നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ദേശവ്യാപകമായി നടത്തുന്ന 48 മണിക്കൂർ പണിമുടക്ക് തീരദേശത്ത് പൂർണ്ണം. തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാട്ടൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഉദയകുമാറിന്റെ ഗോപരിപാലനത്തിന് സർക്കാരിന്റെ ആദരം. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ ഹർത്താൽ തീരദേശത്ത് പൂർണ്ണം. പാൽ, പത്രം, ആശുപത്രി തുടങ്ങി ആവശ്യ സർവീസുകൾ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും തുറന്നു പ്രവർത്തിച്ചില്ല. പണിമുടക്കിന്റെ ഭാഗമായി തൃപ്രയാർ സെന്ററിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൃപ്രയാറിൽ സമാപിച്ചു. KV പീതാംബരൻ, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, MV വിജയൻ, ശശി കടവിൽ, MA തോമസ്, UK ഗോപാലൻ, TV മദനൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യയുടെ മഹാനഗരങ്ങളൊക്കെ തന്നെ ഈ പണിമുടക്കിന്റെ ഭാഗമായി ശൂന്യമായിരിക്കുന്നു എന്ന കാര്യം നമ്മുടെ മാധ്യമ ലോകത്തിലെ വളരെ പ്രബലമായിട്ടുള്ള മാധ്യമ സങ്കേതങ്ങളൊക്കെ തന്നെ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. തിരക്കേറിയ നഗരപ്രദേശങ്ങളൊക്കെ തന്നെ വിജനമാണ്. ആ നിലയിൽ നഗരങ്ങളിലെയും നാട്ടുംപുറങ്ങളിലെയും തൊഴിലാളി വർഗവും സാധാരണ ജനങ്ങളും ഈ പണിമുടക്കിന് പിന്നിൽ വമ്പിച്ച തോതിൽ അണിനിരന്നു. ഇത് കേവലം ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ബന്ധപ്പെടുന്ന തൊഴിലാളികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പണിമുടക്ക് മാത്രമല്ല, രാജ്യത്തെ ബഹുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പണിമുടക്കിലെ പ്രഥമമായിട്ടുള്ള ആവശ്യം. വിലക്കയറ്റം നിയന്ത്രിക്കണം എന്നത് ഈ പണിമുടക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ പണിമുടക്കിൽ ഉന്നയിച്ച ആദ്യത്തെ ആവശ്യങ്ങളിലൊന്നാണ്. വിലക്കയറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നട്ടം തിരിയുന്നുണ്ട്. തൊഴിലെടുക്കുന്നവർ മാത്രമല്ല, സമൂഹത്തിലെ ഇടത്തരക്കാരും ഭേദപ്പെട്ടവരും ഒക്കെ തന്നെ വിലക്കയറ്റത്തിന്റെ കെടുതിയിൽ ഇന്ന് വളരെയേറെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിലവർധനവ് തടയുന്നതിന് വേണ്ടി മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റ് സാധന സാമഗ്രികളും ഔഷധങ്ങളും എല്ലാം തന്നെ ന്യായവിലയ്ക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തണം. കയ്പമംഗലത്തും ചന്ദ്രാപിന്നയിലും പ്രകടനം നടത്തി. നമ്മുടെ രാജ്യം പണയം വയ്ക്കും, നമ്മുടെ രാജ്യം പണയം വയ്ക്കും. തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാട്ടൂർ നെടുമ്പുര തറയിൽ അഹമ്മു മകൻ സാദിഖാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരുമ്പോൾ മലയാളി സംഘം സഞ്ചരിച്ചിരുന്ന കാർ ഒഴുക്കിൽപ്പെട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. സാദിഖിനൊപ്പം ഉണ്ടായിരുന്നവർ നീന്തി രക്ഷപ്പെട്ടു. സാദിഖിന് വേണ്ടി ബുധനാഴ്ച ഏറെ വൈകിയും പോലീസും അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. കാറിലുണ്ടായിരുന്ന വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് റഷീദ്, അബ്ദുൾ മജീദ്, മുഹമ്മദ് ബഷീർ, യൂസഫ് അലി എന്നിവരാണ് നിസാര പരിക്കുകളോടെ നീന്തി രക്ഷപ്പെട്ടത്. ബാംഗ്ലൂരിൽ റിയൽ എസ്റ്റേറ്റ് ബേക്കറി ബിസിനസ് നടത്തുകയായിരുന്നു സാദിഖ്. CV രാമൻ നഗറിൽ സ്ഥിരതാമസമാക്കിയ സാദിഖിന്റെ ഭാര്യയും ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. പണിമുടക്കിൽ ജീവിതം സ്തംഭിച്ച തീരദേശത്ത് 2 ദിവസമായി കുടിവെള്ളവും മുടങ്ങി. ഇതോടെ ജനജീവിതം കൂടുതൽ ദുരിതപൂർണമായി. KSEB കരുവന്നൂർ സെക്ഷന് കീഴിലുള്ള ഫീഡർ തകരാറിലായതുമൂലം ഇല്ലിക്കൽ പമ്പിംഗ് സ്റ്റേഷൻ ഭാഗത്ത് വൈദ്യുതി മുടങ്ങിയതാണ് പ്രശ്നത്തിനു കാരണം. വൈദ്യുതി തടസ്സപ്പെട്ടതോടെ വെള്ളം പമ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ ഏങ്ങണ്ടിയൂർ തൊട്ട് തെക്കോട്ട് എറിയാട് വരെയുള്ള പഞ്ചായത്തുകളിൽ വെള്ളം മുടങ്ങുകയായിരുന്നു. പണിമുടക്ക് വകവയ്ക്കാതെ KSEB കരുവന്നൂർ സെക്ഷൻ തൊഴിലാളികളും നാട്ടുകാരും വ്യാഴാഴ്ച അറ്റകുറ്റപ്പണി നടത്തിയതിനാൽ 10:30 ഇല്ലിക്കലിലെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. എങ്കിലും ഉച്ചകഴിഞ്ഞാണ് ഇല്ലിക്കലിലെ പമ്പിംഗ് ആരംഭിക്കാനായത്. പക്ഷേ വൈകുന്നേരമായിട്ടും തീരദേശത്ത് ശുദ്ധജലം എത്തിയിട്ടില്ല.
വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 പമ്പിംഗ് ആരംഭിച്ചുവെന്നും എന്നിട്ടും കുടിവെള്ളം എത്താത്തത് എന്താണെന്ന് പരിശോധിക്കുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രഭാവതി പറഞ്ഞു. പണിമുടക്ക് ദിനത്തിൽ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതി. ചാഴൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. പെരിങ്ങോട്ടുകര സ്വദേശി പോക്കാക്കിലത്ത് അസീസിനെയാണ് ഹർത്താൽ അനുകൂലികൾ മർദ്ദിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ഡീസലും താക്കോലും എടുത്തുകൊണ്ടു പോവുകയും ടയർ പഞ്ചറാക്കുകയും ചെയ്തു. കൈക്ക് പരിക്കേറ്റയാൾ തൃപ്രയാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. തൃപ്രയാർ സൗഹൃദം സ്നേഹ കൂട്ടായ്മയുടെ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും ശനിയാഴ്ച നടക്കും. രാവിലെ 9:30 നാട്ടിക ശ്രീനാരായണ ഹാളിൽ പത്മവിഭൂഷൺ ഡോക്ടർ ജി മാധവൻ നായർ ഉദ്ഘാടനം ചെയ്യും. TN പ്രതാപൻ MLA അധ്യക്ഷനാകും. ഗീതാഗോപി MLA മുഖ്യാതിഥിയായിരിക്കും. ഇനിയൊരു ഇടവേള.